നമസ്കാരം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിൽ യുദ്ധത്തിന്റെ 6ാം ദിവസം മുതലാണ് തുടങ്ങുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ 6ാം ദിവസത്തെ യുദ്ധമെത്തി. പുലർകാലത്തിൽ സൈന്യങ്ങളും പടക്കളത്തിലെത്തി. ആ സമയത്ത് പാണ്ഡവർ മകരവ്യൂഹം ചമച്ചു, ഭീഷ്മർ ക്രൗഞ്ചവ്യൂഹം ചമച്ചു. വളരെ ശക്തമായ യുദ്ധം 6ാം ദിവസം നടക്കുമെന്നുള്ളത് തന്നെ ഇരുകൂട്ടരും തീരുമാനിച്ച് വന്നിരിക്കുകയായിരുന്നു. ദ്രോണാചാര്യർ യാതൊരു ദയയുമില്ലാതെ ശത്രുപക്ഷത്തെ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ഭീമൻ ദ്രോണരുടെ സൂതനെ എയ്തു വീഴ്ത്തി. എന്നാൽ ഒട്ടും കൂസാതെ ദ്രോണർ കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് അമ്പുകൾ എയ്തു. മഹാരഥനാണ് അദ്ദേഹം. ദ്രോണർ, ഭീഷ്മർ തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തികളെല്ലാം മഹാരഥന്മാരാണ്. മഹാരഥന്മാരെന്ന് പറഞ്ഞാൽ യുദ്ധസമയത്ത് അവരുടെ സൂതൻ, രഥം തെളിച്ചു കൊണ്ടുപോകുന്ന സൂതന് എന്തെങ്കിലും സംഭവിച്ചാലും ആ കുതിരകളെ തെളിച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണ് മഹാരഥന്മാർ. അപ്പൊ ദ്രോണറുടെ സൂതനെ ഭീമൻ എയ്തു വീഴ്ത്തി. എന്നിട്ടും അദ്ദേഹം ഒട്ടും തന്നെ ചഞ്ചലപ്പെടാതെ ആ കുതിരകളെ തെളിച്ചുകൊണ്ട് തന്നെ യുദ്ധം നടത്തി. യുദ്ധം ചെയ്ത് അദ്ദേഹം പാണ്ഡവ സൈന്യത്തെയും പാണ്ഡവ നേതാക്കളെയും വരെ വിറപ്പിച്ചു. പഞ്ഞിക്കൂമ്പാര അഗ്നി കൊണ്ട് എരിയുന്നത് പോലെ ദ്രോണരുടെ അസ്ത്രമേറ്റ് പാണ്ഡവർ നശിച്ചു തുടങ്ങി. അധികം താമസിക്കാതെ ഒരു ഭാഗത്തെ വ്യൂഹം തകർക്കപ്പെട്ടു. അതായത് ദ്രോണർ പാണ്ഡവരുടെ വ്യൂഹം തകർത്തു. ഉടൻ തന്നെ പാണ്ഡവര് കൗരവരുടെ വ്യൂഹത്തെയും തകർത്തു. ദുര്യോധനെ തകർക്കാനുള്ള അദമ്യമായ ആവേശത്തോടു കൂടി ഭീമൻ തകർന്ന കൗരവ വ്യൂഹത്തിലേക്ക് ഉള്ളിലേക്ക് കുതിച്ചു ചെന്നു. ദുര്യോധനും അനുജന്മാരും മറ്റനുയായികളും ഭീമനോട് ഏറ്റുമുട്ടി. ദുര്യോധനെ നേരിക്കണ്ടപ്പോൾ ഭീമൻ ആക്രോശിച്ചു. ഇപ്പോൾ തന്നെ ദുര്യോധനെ വകവരുത്തി കളയുമെന്ന് അലറിക്കൊണ്ട് ഭീമൻ ഗദയുമായി താഴേക്ക് ചാടി. ദുര്യോധനൻ ഉൾപ്പെടെ അസംഖ്യ കൗരവ പ്രമുഖരും സൈന്യങ്ങളും ഭീമനെ വളഞ്ഞു. ഭീമൻ പതറിയില്ല. കൂസൽ കൂടാതെ അനായസേന ഭീമൻ തനിക്ക് നേരെ വരുന്ന അസ്ത്രങ്ങളെയും സൈന്യത്തെയും ഗദ കൊണ്ട് ചിന്നിത്തെറിപ്പിച്ചു. അപ്പോൾ അവിടെ എത്തിയ ദൃഷ്ടദ്യുമ്നൻ ഭീമനെ തേരിൽ കാണാതെ ആശങ്കാകുലനായി തേരാളിയോട് ചോദിച്ചു, വിശോക, ഭീമൻ എന്ത് സംഭവിച്ചു? എന്റെ ജീവനേക്കാൾ കൂടുതലായി ഞാൻ സ്നേഹിക്കുന്ന വായുപുത്രൻ എവിടെ? വിശോകൻ പറഞ്ഞു, തേരിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അക്ഷമനായി അദ്ദേഹം ഗദയുമെടുത്ത് പുറത്തേക്ക് ചാടി. അതാ അങ്ങ് അകലെ ദുര്യോധനനോട് സിംഹത്തെ പോലെ നിന്ന് പോരാടുന്നു. ദുഷ്ടദ്യുമ്നൻ തന്റെ തേര് മുന്നോട്ട് പായിച്ചു. പടക്കളത്തിൽ മരിച്ചു വീണ് കിടക്കുന്ന സൈന്യങ്ങളെ കണ്ടപ്പോൾ ഇതെല്ലാം ഭീമന്റെ വീരപ്രവർത്തനികൾ ആണെന്ന് മനസ്സിലായി. ഭീമന്റെ യുദ്ധപാടവം കണ്ട് ദുഷ്ടദ്യുമ്നൻ അത്ഭുതപ്പെട്ടു. ഭീമനെ അദ്ദേഹം തന്റെ രഥത്തിൽ കയറ്റി. ഭീമന്റെ ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളിൽ കൂടി രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഭീമനെ പിന്നിലേക്ക് കൊണ്ടുപോയി ചില ഉപചാരങ്ങൾ ചെയ്ത് ഭീമന്റെ ക്ഷീണമൊക്കെ ദുഷ്ടദ്യുമ്നൻ മാറ്റി. 6ാം ദിവസത്തെ യുദ്ധത്തോടു കൂടി ദുര്യോധനൻ ഒരുപാട് തളർന്നുപോയി. അവന്റെ ശരീരത്തിൽ പല സ്ഥലത്തും മുറിവുണ്ടായി. തന്റെ ഏതാനും സഹോദരന്മാരുടെ വിയോഗം അവന്റെ വ്യഥ കൂട്ടിയതേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ രുചി തോന്നിയില്ല. അതുപോലെ തന്നെ അശേഷം ഉറങ്ങാനും കഴിഞ്ഞില്ല. അങ്ങനെ 6ാം ദിവസത്തെ യുദ്ധവും സമാപിച്ചു. സൂര്യൻ അസ്തമിച്ച സമയത്ത് ഇരു സൈന്യങ്ങളും അവരവരുടെ പാളയത്തിലേക്ക് മടങ്ങിപ്പോയി. 7ാം ദിവസത്തെ യുദ്ധത്തിന് മുന്നേ തന്നെ ദുര്യോധനൻ ഭീഷ്മരുടെ ശിബിരത്തിലെത്തി. കാരണം ഒന്നാമത് ഉറക്കമില്ല, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വ്യഥ ദുര്യോധനന്റെ മനസ്സിൽ ഉണ്ടായിപ്പോയി. അങ്ങനെ ദുര്യോധനൻ പുലർകാലത്തിൽ തന്നെ എണീറ്റ് ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് എത്തി. ഭീഷ്മർ തന്റെ ദിനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം ദുര്യോധനെ കണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം ദുര്യോധനനോട് കുശലമൊക്കെ ചോദിച്ചു. അപ്പോ ദുര്യോധനൻ നിരാശനും ക്രോധവാനുമാണെന്നുള്ള കാര്യം ഭീഷ്മർക്ക് മനസ്സിലായി. വളരെ ദുഃഖത്തോടും ക്രോധത്തോടും കൂടി ആണ് ദുര്യോധനൻ വന്നിരിക്കുന്നതെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. ഭീഷ്മ ദ്രോണാദികളുടെ ഉദാസീനത കൊണ്ടാണ് കൗരവർക്ക് അടിക്കടി പരാജയം ഉണ്ടാകുന്നതെന്നായിരുന്നു ദുര്യോധനന്റെ ആവലാതി.
അവർ ഉള്ളാലെ, അതായത് ഭീഷ്മരും ദ്രോണരും ഒക്കെ മനസ്സുകൊണ്ട് പാണ്ഡവരുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സന്ദേഹവും സൂചനയായി ഭീഷ്മരോട് ദുര്യോധനൻ പറഞ്ഞു. ഭീഷ്മർ എല്ലാം സശ്രദ്ധം കേട്ടു. നിങ്ങൾ കുറച്ചും കൂടെ ശക്തിയായിട്ട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ പാണ്ഡവരെ തോൽപ്പിക്കാമായിരുന്നു. പാണ്ഡവർ അത്ര മിടുക്കന്മാരൊന്നും അല്ല. നിങ്ങൾ രണ്ട് മഹാരഥന്മാരുള്ളപ്പോ പിന്നെ വേറെ ആരെ ആവശ്യമില്ല. ഇങ്ങനെ എല്ലാ ആവലാതികൾ പറയുന്നുണ്ട്. ഈ ആവലാതികൾക്കിടയിൽ തന്നെ ഇനി നിങ്ങളുടെ ഉള്ളില് അവര് ജയിച്ചോട്ടെ എന്നൊരു വിചാരം കാണുമായിരിക്കും എന്നെനിക്ക് സംശയമുണ്ട് എന്നൊക്കെയാണ് ദുര്യോധനൻ പറഞ്ഞത്. ദുര്യോധനൻ പറഞ്ഞ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഭീഷ്മൻ കേട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, നീ വെറുതെ ഇങ്ങനെയൊക്കെ ശങ്കിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത് വെറുതെയാണ്. എനിക്ക് ആത്മാർത്ഥത ഇല്ലാതായി എന്ന് പറയുന്നത് നിന്റെ വിവരക്കേട് കൊണ്ടാണ്. ഈ യുദ്ധത്തിൽ നിങ്ങളുടെ വിജയമാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളെ വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് അവരോട് സ്നേഹമുണ്ടല്ലേ, ആത്മാർത്ഥതയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, കൗരവപ്പടയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ കൗരവപ്പടയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ വിജയമാണ് ലക്ഷ്യം. എൻ്റെ കഴിവുകൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. നാം എതിർക്കുന്നത് സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാനോടാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതായത് നീ ഇതൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്ക്, ശ്രീകൃഷ്ണ ഭഗവാനോടാണ് നമ്മൾ എതിർത്ത് യുദ്ധം ചെയ്യുന്നത്. ഈശ്വരനെ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. ഈശ്വരനെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കാനും പാടില്ല. അതിനാൽ അവസാനത്തെ വിജയം പാണ്ഡവർക്ക് തന്നെയാണ്. അത് വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യില്ല. എന്നാൽ അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പോരാടും. എന്ത് സംഭവിച്ചാലും അതെന്റെ ആത്മാർത്ഥത കുറവാണെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ യുദ്ധം കണ്ടോളൂ, ഞാൻ ഈ പാണ്ഡവരെ നിശേഷം കൊന്നുമുടിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഭീഷ്മർ വിശല്യകരണി എന്ന ദിവ്യമായ ആയുധം ദുര്യോധനന് കൊടുത്തു. അവൻ ഈ ഔഷധം എടുത്ത് തന്റെ ശരീരത്തിലെ മുറിവുകളിലൊക്കെ പുരട്ടിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ മുറിവുകളെല്ലാം ഉണങ്ങി ശരീരം പൂർവാധികം വീര്യവത്തായി തീർന്നു. ദുര്യോധനൻ സമാധാനത്തോടുകൂടി തന്റെ ശിബിരത്തിലേക്ക് മടങ്ങി. കൗരവ രാജാക്കന്മാരോട് ഭീഷ്മരുടെ ഉറപ്പിനെ പറ്റി പറഞ്ഞപ്പോ അവരും എല്ലാം ആവേശത്തോടെ അത് സമ്മതിച്ചു. എന്തായാലും ഇന്ന് പാണ്ഡവരെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് ഭീഷ്മ പിതാമഹൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പൊ അവര് വളരെ ആവേശമായി. ഭീഷ്മർ ആ യുദ്ധത്തിൽ മണ്ഡല വ്യൂഹം ചമച്ചു. 7-ാം ദിവസത്തെ യുദ്ധമാണ്. തന്റെ സൈന്യങ്ങളെ മണ്ഡല വ്യൂഹം ചമച്ച് സജ്ജമാക്കി നിർത്തി. ആന, കുതിര, രഥം, കാലാൻ. ഈ കാലാളി തന്നെ വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെ ഒരു ക്രമത്തിൽ ഇടകലർത്തി നിർത്തി വൃത്താകാരേണ നിബന്ധിക്കലാണ് മണ്ഡല വ്യൂഹം. അപ്പോ കാലാൾപ്പട എന്ന് പറയുന്ന ആന, കുതിര, തേര്, കാലാൾ. ഇതിൽ തന്നെ കാലാളിൽ വിദഗ്ധരായിട്ടുള്ളവരെയും കൂടെ നിർത്തി വട്ടത്തില് ആണ് അദ്ദേഹം മണ്ഡല വ്യൂഹം ചമച്ചത്. അപ്പോഴേക്കും പാണ്ഡവര് യുദ്ധസന്നദ്ധരായിട്ടെത്തി. ദുഷ്ടദ്യുമ്നൻ വജ്രവ്യൂഹം ചമച്ച് കൗരവ സൈന്യത്തെ നേരിടാൻ തയ്യാറായി. കൗരവർക്ക് 6 ദിവസത്തെ യുദ്ധത്തിൽ വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ വർദ്ധിത വീര്യത്തോടെ അവർ യുദ്ധസന്നദ്ധരായി. പാണ്ഡവർ കഴിഞ്ഞ ദിവസത്തെ യുദ്ധത്തിൽ വിജയികളായിരുന്നെങ്കിലും അവർ അഹങ്കാരലേശമന്യേ അംഗം വെട്ടാൻ തയ്യാറായി. തുടക്കത്തിൽ ദ്വന്ദ്വ യുദ്ധമായിരുന്നു. എന്താണ് ഈ ദ്വന്ദ്വ യുദ്ധം? ദ്വന്ദ്വ യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാത്രം നേർക്ക് നേരെ നിന്ന് ചെയ്യുന്ന യുദ്ധമാണ് ദ്വന്ദ്വ യുദ്ധം. മറ്റു സൈന്യങ്ങളുടെ ഒന്നും അകമ്പടി ഇല്ലാതെ അവര് പരസ്പരം യുദ്ധം ചെയ്യുക, അതാണ് ദ്വന്ദ്വ യുദ്ധം. എങ്കിലും ഇഷ്ടമുള്ളവരുടെ സഹായത്തിന് എത്തിയപ്പോൾ അതൊരു സങ്കല യുദ്ധമായിട്ട് മാറി. അപ്പം രണ്ടുപേര് തന്നെ ദ്വന്ദ്വ യുദ്ധം ചെയ്യുന്നു. അതിൽ ഒരാളിന് ശകലം ക്ഷീണം തോന്നുന്നു എന്ന് വന്നാൽ അദ്ദേഹത്തോട് ഇഷ്ടമുള്ളവർ ഓടി വന്ന് അദ്ദേഹത്തിനൊപ്പം നിന്ന് മറ്റേ എതിർ നിൽക്കുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. നേരത്തെ തന്നെ ഭീമസേനൻ
ദുഷ്ടദ്യുമ്നൻ പറയുന്നു, എന്റെ ജീവനേക്കാൾ വില കൊടുത്ത് വായുപുത്രനെ ഞാൻ സംരക്ഷിക്കും, അദ്ദേഹത്തെ അത്രയേറെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വിശോകനോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചെങ്കിലും ഇഷ്ടമുള്ളവരുടെ ആവശ്യത്തിനു വേണ്ടി അവരോടുകൂടെ ചേർന്ന് യുദ്ധം ചെയ്യും. അങ്ങനെ അതൊരു സങ്കര യുദ്ധമായി മാറി. കൗരവ സൈന്യത്തിലും അതെ, കൗരവര് പ്രധാനിയായിട്ട് നിൽക്കുന്ന ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ അയാൾക്കൊരു ക്ഷീണം വരുമെന്ന് കണ്ടാൽ മറ്റുള്ളവരും കൂടെ വന്ന് അദ്ദേഹത്തെ സഹായിക്കും. പാണ്ഡവ പക്ഷത്തും അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് അതൊരു സങ്കര യുദ്ധമായിട്ട് മാറിയത്. കഴിഞ്ഞ ദിവസം ദുര്യോധനൻ ദുഷ്ടദ്യുമ്നനോട് പോരാടി പിൻവാങ്ങേണ്ടി വന്നു. കാരണം ദുഷ്ടദ്യുമ്നൻ ഒട്ടും വിട്ടുകൊടുക്കുന്ന ആളല്ല. അത് പാണ്ഡവരുടെ സർവ്വസൈന്യാധിപനാണ്. ആ കുറവ് ഇന്ന് നികത്തണമെന്ന് വിചാരിച്ച് വാശിയോടും വൈരാഗ്യത്തോടും ദുഷ്ടദ്യുമ്നനോട് ഏറ്റുമുട്ടി. താമസിക്കാതെ ദുഷ്ടദ്യുമ്നൻ ദുര്യോധനന്റെ കുതിരകളെയും സൂതനെയും എഴുതു വീഴ്ത്തി. രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി വിഷണ്ണനായി നിന്ന ദുര്യോധനെ ശകുനി വന്ന് രഥത്തിൽ കയറ്റി പുറകിലേക്ക് കൊണ്ടുപോയി. ദ്രോണർ വിരാട രാജാവിനോട് ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധമായിരുന്നു നടന്നത്. ദ്രോണർ വിരാടന്റെ കുതിരകളെയും സൂതനെയും കൊന്നു. തേര് ഛിന്ന ഭിന്നമാക്കി. വിരാടൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി. ഇത് കണ്ട് വിരാടന്റെ പുത്രൻ ശംഖൻ, 2 പുത്രന്മാർ മരിച്ചു കഴിഞ്ഞു. ഉത്തമൻ മരിച്ചു, ശ്വേതൻ മരിച്ചു, അടുത്ത ശംഖൻ. അച്ഛൻ്റെ രഥം ചിഹ്നിച്ചു തറി. അച്ഛൻ താഴെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടോണ്ട് വിരാടന്റെ പുത്രനായ ശംഖൻ അച്ഛനെ സഹായിക്കാൻ രഥവുമായി വന്നു. ഇരുവരും ചേർന്ന് ദ്രോണരോട് യുദ്ധം ചെയ്തു. എന്നാൽ അധികം താമസിക്കാതെ ദ്രോണരുടെ അസ്ത്രമേറ്റ് ശംഖൻ മരിച്ചു വീണു. ഇപ്പൊ വിരാടന്റെ 3 പുത്രന്മാരും മരിച്ചു കഴിഞ്ഞു. ആ സമയമായപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കാറായി. അങ്ങനെ 7-ാം ദിവസത്തെ യുദ്ധവും അവസാനിച്ചു. അടുത്ത ദിവസം അടുത്ത ഭാഗം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.